മഹാഭാരതം 8. സത്വധർമ്മ ഗുരുവംശം 1. ജനമേജയൻ പറഞ്ഞു, ആഹ്, എല്ലാ സാരുടെയും കാര്യത്തിലും ശ്രീഹരി സന്തുഷ്ടനാണ്. അവർ നിയമാനുസൃതമായി ചെയ്യുന്ന ആരാധന അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും ദഹിപ്പിച്ച് നന്മതിന്മകളിൽ നിന്ന് മുക്തരായവർക്ക് സാഹേ. എന്നാൽ ആ നാലാമത്തെ പാതയിലൂടെ പരമാത്മാവിനെ പ്രാപിക്കുന്നു. തീർച്ചയായും ഈ വിവാഹ കാരണം പറയപ്പെടുന്നതുപോലെ അവർ 3 പാതകളിലല്ല, മറിച്ച് അമർത്യ ഹരിയിലാണ് ചേരുന്നത്. ഉപനിഷ്ഠുകൾ അടങ്ങിയ വേദങ്ങൾ അന്വേഷിച്ച് അവ നിരന്തരം പാരായണം ചെയ്യുന്നവരെക്കാളും ഇന്റെ ഭാഗ്യം വലുതാണെന്ന് എനിക്കറിയാം. ഏത് ദൈവത്തിൽ നിന്നോ സയിൽ നിന്നോ ആണ് ഈ മതം ഉത്ഭവിച്ചത്? വൈശമ്പായനൻ പറഞ്ഞു. യുദ്ധത്തിൽ കൗരവരോടും പാണ്ഡവരോടും അതൃപ്തിയുള്ളപ്പോൾ അർജുനൻ തന്നെ ഇത് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. വഴിയും മാർഗവും ഞാൻ ഇതിനകം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ ധർമ്മം അഗാധവും ജനിക്കാത്തവർക്ക് മനസ്സിലാക്കാൻ പ്രയാസവുമാണ്. ഹേ രാജാവേ, ഇത് സാമവേദം പോലെയാണ്. പണ്ട് കൃതയുഗത്തിൽ ഇത് ആചരിച്ചിരുന്നു. ഭഗവാൻ തന്നെ നാരായണൻ അതിനെ സംരക്ഷിച്ചു. കുന്തിയുടെ മകനായ യുധിഷ്ഠിരൻ മുനിമാരുടെ സാന്നിധ്യത്തിൽ നാരദനോട് ഇത് ചോദിച്ചു. ആ സമയത്ത് കൃഷ്ണനും ഭീഷ്മരും ഇത് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ഗുരു വ്യാസനും ഞാനും ഇത് കേട്ടു. നാരദൻ പറഞ്ഞത് ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, കേൾക്കൂ. ഹേ മഹിപാല, ബ്രഹ്മാവ് നാരായണന്റെ വായിൽ നിന്ന് മാനസികമായി ജനിച്ചപ്പോൾ നാരായണൻ തന്നെ ഈ ധർമ്മം, ഈ ദിവ്യവും പിതൃപരവുമായ ധർമ്മം പരിശീലിച്ചു. അദ്ദേഹത്തിൽ നിന്ന് പേന മുനിമാർ ഈ ധർമ്മം മനസ്സിലാക്കി. ആ ബോണത്തിൽ നിന്ന് വൈഗണന്മാർക്ക് അതേ ധർമ്മം ലഭിച്ചു. ഹേ നിബ്ബാൻ, ബ്രഹ്മാവ് വീണ്ടും തന്റെ രണ്ടാമത്തെ നേരിട്ടുള്ള ജനനം എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് സോമനിൽ നിന്ന് തന്നെ ഈ ധർമ്മം കേട്ടു. അദ്ദേഹം രുദ്രന് ഈ നാരായണ ധർമ്മം പഠിപ്പിച്ചു. പിന്നീട് യോഗാഭ്യാസത്തിലിരുന്ന രുദ്രൻ കൃതയുഗത്തിന്റെ തുടക്കത്തിൽ എല്ലാ വാലാകിലി മുനിമാർക്കും ഈ ധർമ്മം പഠിപ്പിച്ചു. ആ ദേവതയുടെ മന്ത്രത്താൽ ഈ ധർമ്മം വീണ്ടും രഹസ്യമായി. ഹേ നിബ്ബാൻ, ബ്രഹ്മാവിന് 3ാം ജന്മം ലഭിച്ചപ്പോൾ വാജിക് രൂപം നാരായണനിൽ നിന്ന് അദ്ദേഹം വീണ്ടും പ്രത്യക്ഷനായി. ആ പുരുഷോത്തമനിൽ നിന്ന് സുവർണൻ എന്ന മുനി അത് സ്വീകരിച്ചു. കഠിനമായ തപസ്സും ആത്മനിയന്ത്രണവും അച്ചടക്കവും കൊണ്ട് അങ്ങനെ സുവർണൻ ത്രിഗുണപാത പിന്തുടർന്നു. അതിനാൽ ഈ ധർമ്മത്തെ ത്രിസൗവർണം എന്ന് വിളിക്കുന്നു. ഋഗ്വേദത്തിൽ വിവരിച്ചിരിക്കുന്ന ഈ ദുഷ്ടവും വ്രതസമാനവുമായ ധർമ്മം വായുവിന് ജഗദ്ദേവ സുവർണനിൽ നിന്ന് ലഭിച്ചു. ആ വായുവിൽ നിന്ന് വായുവിനെ നശിപ്പിച്ച മുനിമാർക്ക് അത് ലഭിച്ചു. അവരിൽ നിന്ന് മഹാമുനി അത് സ്വീകരിച്ചു. വീണ്ടും ഈ ധർമ്മം ലയിച്ച് നാരായണനിൽ ലയിച്ചു. മഹാബ്രഹ്മാവ് വീണ്ടും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ശ്രീഹരിനാരായണൻ ലോകം സ്വയം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്രഷ്ടാവായ ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ ചെവികളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ലോകസ്രഷ്ടാവായ നാരായണൻ അവനോട് പറഞ്ഞു, ഹേ സുഹൃത, നിന്റെ വായും കാലും ഉപയോഗിച്ച് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കൂ. ഹേ സുഹൃത, ഞാൻ നിനക്ക് വെളിച്ചം തരാം. എന്നിൽ നിന്ന് സത്വധർമ്മം സ്വീകരിക്കൂ. ഇതോടെ കൃതയുഗം സ്ഥാപിക്കൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ഹരിമേതയെ ആരാധിക്കുകയും രഹസ്യമായും ഭക്തിപൂർവ്വം ശുദ്ധധർമ്മം സ്വീകരിക്കുകയും ചെയ്തു. നാരായണന്റെ വായിൽ നിന്ന് ആരണ്യകത്തോടൊപ്പം ഈ ധർമ്മം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അനന്തമായ തേജസ്സുള്ള ബ്രഹ്മാവിനോട് ധർമ്മം, നിരാശിക കർമ്മം എന്നീ ഇരട്ട ധർമ്മങ്ങളെ പിന്തുടരാൻ ആജ്ഞാപിച്ചുകൊണ്ട് ഭഗവാൻ തമസ പാതയിൽ സഞ്ചരിച്ചു. അവിടെയാണ് അവ്യക്തമായത് സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ലോകങ്ങളുടെ വരദാതാവും പിതാവുമായ ബ്രഹ്മാവ് എല്ലാ ലോകങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ ആദ്യം കൃതയുഗം ആരംഭിച്ചു. അവിടെ നിന്നാണ് സത്വധർമ്മം വ്യാപിക്കുകയും എല്ലാ ലോകങ്ങളിലും സ്ഥാപിക്കപ്പെടുകയും ചെയ്തത്. ആ ആദ്യ ധർമ്മത്താൽ ലോകങ്ങളുടെ സ്രഷ്ടാവായ ബ്രഹ്മാവ് ദേവന്മാരുടെ ദൈവമായ നാരായണനെ ആരാധിച്ചു. പിന്നെ ധർമ്മം സ്ഥാപിക്കാനും ലോകങ്ങൾക്ക് നന്മ ചെയ്യാനും ആഗ്രഹിച്ച് അദ്ദേഹം അത് സ്വരോജിഷ മനുവിനെ പഠിപ്പിച്ചു. ഹേ ഭരതന്റെ പിൻഗാമി സൻപദൻ അത് തന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ച ദീക്ഷകനായ സ്വർണഭന് പഠിപ്പിച്ചു. ത്രേതായുഗം വന്നപ്പോൾ ആ ധർമ്മം വീണ്ടും നഷ്ടപ്പെട്ടു. ഹേ രാജാവേ, ബ്രഹ്മാവ് മൂക്കിൽ ജനിച്ചു. ഭഗവാനും ശ്രീ ഹരിനാരായണനും തന്നെ അത് ബ്രഹ്മാവിനെ നോക്കി പഠിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ സനതകുമാരൻ അത് അദ്ദേഹത്തിന് പാരായണം ചെയ്തു. ഹേ ഗുരുരാജ, യോദ്ധാവായ വീരു ഈ ധർമ്മം സനതകുമാരനിൽ നിന്ന് പഠിച്ചു. വീരു അത് തന്റെ ശുദ്ധനും സ്വർണവും ബുദ്ധിമാനുമായ മകനോട് പറഞ്ഞു. അദ്ദേഹം അത് മാക്ഷി എന്ന ദീക്ഷകനെ പഠിപ്പിച്ചു. നാരായണന്റെ വായയിൽ നിന്ന് ജനിച്ച ഈ ധർമ്മം വീണ്ടും സ്വാഭാവികമായി. പിന്നെ ബ്രഹ്മാവ് ഗർഭത്തിൽ ജനിച്ചപ്പോൾ അത് വീണ്ടും നാരായണന്റെ വായയിൽ നിന്ന് ഉത്ഭവിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഹരി. ഹേ രാജാവേ, ബ്രഹ്മാവ് അത് സ്വീകരിച്ചു. അത് പരിശീലിച്ചു. പരിശീല മുനിക്ക് പഠിപ്പിച്ചു. പരിശീഷയിൽ നിന്ന് അത് സാമവേദത്തിൽ പ്രാവീണ്യമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ ജ്യേഷ്ഠരിലെത്തി. അതിനാൽ ഹരി അതിനെ ഒരു മഹത്തായ വചനമായി കണക്കാക്കി. സത്യനാരായണ പൂജ 2. അല്ലയോ രാജാവേ, മഹാനായ രാജാവായ അവികമ്പന്റേതായ ഭഗവാൻ ഹരിയുടെ ഈ ധർമ്മം പ്രപഞ്ചത്തിന്റെ ആന്തരിക സത്തയായി മാറിയിരിക്കുന്നു.
ഹേ നിരൂപണേ, ഇത് ഭഗവാന്റെ കൈകളിൽ നിന്നുള്ള ബ്രഹ്മാവിന്റെ ഏഴാമത്തെ ജനനമാണോ? ഒരു കൽപ്പത്തിന്റെ തുടക്കത്തിൽ നാരായണൻ തന്നെ ഈ ധർമ്മം പരിശുദ്ധനും ലോകത്തെ നിലനിർത്തുന്നവനുമായ ബ്രഹ്മാവിന് വെളിപ്പെടുത്തി. ആ മഹാപിതാവ് ആദ്യം ദക്ഷന് ഈ ധർമ്മം പഠിപ്പിച്ചു. ഹേ നിരൂപണേ, പിന്നീട് ദക്ഷൻ അത് തന്റെ മൂത്തമകനായ ആദിത്യന് വെളിപ്പെടുത്തി. വിവസ്വന്തൻ അത് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചു. അതിനുശേഷം ത്രേതായുഗത്തിൽ വിവസ്വന്തൻ ഈ ധർമ്മം മനുവിനോട് വെളിപ്പെടുത്തി. ലോകക്ഷേമത്തിനായി ആ മനു ഇക്ഷകനും ഇത് പഠിപ്പിച്ചു. ഹേ നിരൂപണേ, ഇക്ഷകന് വെളിപ്പെടുത്തിയ ഈ ധർമ്മം എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു. നശിച്ചുപോകാൻ പോകുന്ന കൽപ്പം വീണ്ടും നാരായണനിൽ ഐക്യപ്പെട്ടു. അത് പൂർത്തിയായി. ഹേ നിരൂപണേ, യാദുക്കളുടെ ധർമ്മം എന്താണ്? അതിന്റെ ഒരു സംക്ഷിപ്ത വിവരണം ഹരിഗീതയിൽ നൽകിയിരിക്കുന്നു. നിരൂപണേ, ഈ ധർമ്മം രഹസ്യമായും സത്യദൈവം നേടിയെടുത്ത ഒരു സമാഹരിച്ച രൂപത്തിലുമായിരുന്നു. നാരായണ ജഗന്നാഥ. അപ്പോൾ ഇതാണ് ആദ്യത്തെ മഹത്തായ ധർമ്മം. ദുഷ്ടമായ അറിവും ദുഷ്കരമായ അറിവും നീതിമാന്മാർ സ്വീകരിക്കുന്നത്. അഹിംസയെക്കുറിച്ചുള്ള ഈ അറിവ് ശരിയായി പരിശീലിക്കുന്നതിലൂടെ ഭഗവാൻ ഹരി പ്രസാദിക്കുന്നു. അതിന് ഒരു സംവിധാനമുണ്ട്. എവിടെയോ അതിന് 2 സംവിധാനങ്ങളുണ്ട്. അത് 3 സംവിധാനങ്ങളായി തിരിച്ചിരിക്കുന്നു. 4 സംവിധാനങ്ങളും അതിൽ കാണപ്പെടുന്നു. ഹരിയാണ് മണ്ഡലത്തെ അറിയുന്നവൻ. സൃഷ്ടിക്കപ്പെടാത്തത്, ശുദ്ധം. എല്ലാ ജീവജാലങ്ങളുടെയും 5 മൂലകങ്ങളുടെയും ഗുണങ്ങൾക്ക് അതീതമായ ജീവൻ. 5 ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്ന മനസ്സാണ് അവൻ. അവൻ ലോകത്തിന്റെ സ്രഷ്ടാവാണ്. അവൻ ലോകങ്ങളുടെ സ്രഷ്ടാവാണ്. അവൻ ചെയ്യുന്നവനും യമാനനുമാണ്. അവൻ പ്രവർത്തനവും കാരണവുമാണ്. ഹേ രാജാവേ, ഈ അമർത്യം അവന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഹേ മനുഷ്യരിൽ ഉത്തമ, ഗുരുവിന്റെ കൃപയാൽ സൃഷ്ടിക്കപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുള്ള ഈ ഏകാന്തമായ ധർമ്മം ഞാൻ സ്വീകരിച്ച് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഹേ രക്ഷ, ഇപ്പോൾ ആർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. ഏകാന്തതയില്ല. ഈ ലോകം അഹിംസാത്മകവും ആത്മസാക്ഷാത്കാരമുള്ളതും ക്ഷേമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമാണ്. അത് സന്യാസികളാൽ നിറഞ്ഞിരുന്നെങ്കിൽ കർമ്മയുഗം കാമമില്ലാത്തതും കർമ്മം ഇല്ലാത്തതുമാകുമായിരുന്നു. പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഹേ പ്രജ്ഞാത, എന്റെ ഗുരുവും ധർമ്മജ്ഞനും വേദങ്ങളിൽ ഏറ്റവും മികച്ചവനുമായ വ്യാസൻ ധർമ്മരാജനോട് ഇപ്രകാരം പറഞ്ഞു. ആ സമയത്ത് അവിടെ ഋഷിമാർ ഉണ്ടായിരുന്നു. കൃഷ്ണനും ഭീഷ്മരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ മുമ്പിൽ വെളുത്ത നിറവും ചന്ദ്രനെപ്പോലെ തേജസ്സുമുള്ള മഹാതപസ്വി നാരദൻ സംസാരിച്ചുകൊണ്ടിരുന്നു. നാരായണന്റെ ഏകാന്ത ഭക്തനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം 1. ജന്മജയൻ ചോദിച്ചു, ബ്രാഹ്മണർ ഇത്രയധികം ധർമ്മങ്ങൾ പിന്തുടരുകയും ജ്ഞാനികൾ പിന്തുടരുന്ന വിവിധ പരിധികൾ പാലിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ട്? വൈശമ്പായനൻ മറുപടി പറഞ്ഞു, ഹേ രാജാവേ, ശരീരത്തെ ബന്ധിക്കാൻ 3 സ്വഭാവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയാണ് സാത്വികം, രാജസികം, താമസിക് സ്വഭാവം. ഹേ ഗുരുകുലോത്വാഹന, ശരീരത്താൽ ബന്ധിക്കപ്പെട്ടവരിൽ സാത്വികന് മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് തീരുമാനിക്കുന്നവൻ ഹേ മനുഷ്യരിൽ ശ്രേഷ്ഠ. ഇവിടെ അവൻ പരമാത്മാവ് നാരായണനാണെന്ന് മനസ്സിലാക്കുന്നു. നാരായണൻ മോക്ഷത്തിന്റെ വാസസ്ഥലമാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സാത്വികൻ എന്ന് വിളിക്കുന്നത്. നാരായണൻ നിരന്തരം ആ പരമാത്മാവിനെ ധ്യാനിക്കുകയും തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ഭക്തർക്കും പണ്ഡിതന്മാർക്കും ഋഷിമാർക്കും മാന്യന്മാർക്കും അവർ ആരായാലും ശ്രീഹരിക്കും കാമഭ്രാന്തന്മാർക്കും നന്മ ചെയ്യുകയും ചെയ്യുന്നു. ജനനസമയത്ത് മധുസൂദനൻ കാണുന്നവനെ സാത്വികനായി കണക്കാക്കണം. അവന്റെ മോചനം ഉറപ്പാണ്. ഏകാന്തൻ പിന്തുടരുന്ന ഈ മതം സാംഖ്യയോഗത്തിന് തുല്യമാണ്. അതിനാൽ ഏകാന്തൻ നാരായണനെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും ഉയർന്ന മോക്ഷമാർഗം നേടുന്നു. നാരായണനെ കാണുന്ന മനുഷ്യൻ ജ്ഞാനിയാകുന്നു. ഹേ രാജാവേ, ആരും സ്വന്തം ഇച്ഛയാൽ ജ്ഞാനിയാകുന്നില്ല. രജസ്സും തമസ്സും കലർന്ന സ്വഭാവങ്ങളാണ്. ഹേ മനുഷ്യ, ഒരേ മൂലകത്തിൽ നിന്ന് ജനിച്ച മനുഷ്യന് പ്രവണതകൾ ഉള്ളതിനാൽ ഹരിജനനം മുതൽ അവനെ കാണുന്നില്ല. ലോകപിതാവായ ബ്രഹ്മാവ് അവനെ കാണുന്നു. അവന്റെ മനസ്സ് കാമവും അന്ധകാരവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹേ നിരുപശ്രേഷ്ഠ, ദേവന്മാരും ഋഷിമാരും സത്യമാണെന്നത് സത്യമാണ്. എന്നാൽ അവർക്ക് ശുദ്ധമായ സത്തയില്ലാത്തതിനാൽ അവ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ളതായി തോന്നുന്നു. അശാശ്വതമായതിന് നാരായണന്റെ അതേ സ്വഭാവമുണ്ട്. ജനമേജയൻ പറഞ്ഞു, ഹേ ഋഷിമാരെ, കർമ്മനിർണായ മനുഷ്യൻ എങ്ങനെയാണ് പരമാത്മാവിനോട് ഒന്നാകുന്നത്? ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയൂ. അവന്റെ പ്രവണതകൾ ക്രമത്തിൽ പറയൂ. വൈശമ്പായനൻ പറഞ്ഞു, ഏറ്റവും സൂക്ഷ്മനും സദ്ഗുണഗുണമുള്ളവനുമായ 3 അക്ഷരങ്ങളുള്ള സജീവ പുരുഷൻ നിഷ്ക്രിയാവസ്ഥയിലേക്ക് കടന്നതിനുശേഷം 25ാമത്തെ ആത്മീയ പുരുഷനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ സാംഖ്യയോഗം, വേദാരണ്യകം, പഞ്ചരാത്രം ഇവയെല്ലാം ലയിച്ച് ഒന്നാകുന്നു. നാരായണനെ ലക്ഷ്യമാക്കിയുള്ള ഈ ധർമ്മം ഏകാന്തതയുടെ ധർമ്മമാണ്. ഹേ രാജാവേ, സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന മേഘങ്ങൾ തങ്ങളിലേക്ക് മടങ്ങുന്നതുപോലെ ഈ ജ്ഞാനമേഘങ്ങൾ നാരായണനിലേക്ക് മടങ്ങുന്നു. ഹേ ഗുരുനന്ദ, ഞാൻ ഈ സത്വധർമ്മം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് അത് പിന്തുടരുക.
അങ്ങനെ ആ മഹാമുനി നാരദൻ എന്റെ ഗുരുവിന് ഗൃഹസ്ഥരുടെയും വെളുത്ത വസ്ത്രധാരികളുടെയും അമർത്യമായ ഏകാന്ത പാതയെക്കുറിച്ച് പറഞ്ഞു. വ്യാസൻ സ്നേഹപൂർവ്വം പണ്ഡിതനായ ധർമ്മരായനോട് ഞാൻ നിങ്ങളുടെ ഗുരുവിൽ നിന്ന് ആ കഥ പറഞ്ഞുവെന്ന് പറഞ്ഞു. ഹേ ഭൂമിയിലെ വാസസ്ഥലം, ഇത് ഒരു ദുഷ്ടമതം. നിങ്ങളെപ്പോലുള്ള മറ്റുള്ളവരും അതിൽ വഞ്ചിതരാണ്. കൃഷ്ണൻ ലോകത്തെ സംരക്ഷിക്കുന്നവനും വശീകരിക്കുന്നവനും നശിപ്പിക്കുന്നവനുമാണ്. എല്ലാത്തിനും കാരണക്കാരനാണ് അവൻ. ജനമേജയൻ പറഞ്ഞു, സാംഖ്യം, യോഗ, പഞ്ചരാത്രം, വേദാരണ്യകം, ഈ അറിവുകൾ പ്രപഞ്ചത്തിലുടനീളം വ്യാപിച്ചിട്ടുണ്ടോ? ഹേ മഹാസ, അവയെല്ലാം ഒരേ ഉദ്ദേശ്യത്തിനാണോ അതോ വ്യത്യസ്ത ഉദ്ദേശ്യങ്ങളാണോ? അവയുടെ സ്വഭാവങ്ങൾ ഞാൻ ക്രമത്തിൽ വിശദീകരിക്കാം. വൈശംപായനൻ പറഞ്ഞു, ജ്ഞാനി, മഹാൻ, ഏറ്റവും ഉദാരമതി. സത്യവതി ദ്വീപിന്റെ മധ്യത്തിൽ പരാശരനിൽ നിന്ന് ജനിച്ച അജ്ഞതയുടെ അന്ധകാരത്തെ അകറ്റുന്ന ആ മഹാമുനിയെ ഞാൻ നമിക്കുന്നു. ബ്രഹ്മാവിനുശേഷം ആറാമത്തെ മഹാമുനിയായ ആർഷവിഭൂതവുമായി ബന്ധപ്പെട്ട നാരായണന്റെ ഏകപുത്രനായ അഞ്ജനനുമായി ബന്ധപ്പെട്ട ആ മഹാമുനിയെ ഞാൻ നമിക്കുന്നു. വേദങ്ങളുടെ മഹത്തായ നിധിയായ ആ തൈപായനനെ ഞാൻ നമിക്കുന്നു. വേദങ്ങളുടെ മഹാനായ ആചാര്യൻ ആദ്യം മഹത്തായ ശക്തികളാൽ സമ്പന്നനായ നാരായണനിൽ നിന്ന് ഒരു മകനായി ജനിച്ചു. ആ മഹാമുനി അജമനും പുരാണവുമാണ്. ജനമജയൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണരെ, വസിഷ്ഠൻ ശക്തിയുടെ മകനാണെന്നും ശക്തിയുടെ മകൻ പരാശരനാണെന്നും പരാശരന്റെ മകൻ കൃഷ്ണദ്വാപയനാണെന്നും നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം നാരായണന്റെ മകനാണെന്നും നിങ്ങൾ പറയുന്നു. അപ്പോൾ വ്യാസൻ ഇതിനുമുമ്പ് നാരായണനിൽ നിന്ന് രണ്ടാം ജന്മം എടുത്തോ? ദയവായി എന്നോട് പറയൂ. വൈശംപായനൻ പറഞ്ഞു, നമ്മുടെ ഗുരുവായ ധർമ്മസ്ഥ വ്യാസൻ വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഹിമാലയത്തിന്റെ താഴ്വരയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ സേവിച്ചു. സുമന്തൻ, ജൈമിനി, കാള, നാലാമൻ, ഞാൻ, വ്യാസന്റെ മകൻ ശുഗു ഈ മഹാശേഖർ അസുരന്മാരാൽ ചുറ്റപ്പെട്ടതുപോലെ അസുരന്മാരാൽ ചുറ്റപ്പെടാൻ സമ്മതിച്ചു. വേദങ്ങളുടെ വ്യാഖ്യാനത്തിലും ഭാരതത്തിന്റെ അർത്ഥത്തിലും ഏകമനസ്സോടെ ഏർപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ഞങ്ങൾ സേവിച്ചു. സംഭാഷണത്തിനിടയിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ദ്വിജോധൻ നാരായണന് തന്റെ ജനനകഥയും വേദങ്ങളുടെ വ്യാഖ്യാനവും ഭാരതത്തിന്റെ അർത്ഥവും പറഞ്ഞുകൊടുത്തു. ഹേ വിപ്രസ, ഈ അത്ഭുതകരമായ കഥ കേൾക്കൂ. ഇത് ഞാൻ തപസ്സിലൂടെ അറിഞ്ഞു. ബ്രഹ്മാവിന്റെ ഏഴാമത്തെ കൽപ്പത്തിൽ ആളുകളെ സൃഷ്ടിക്കുന്നതിനായി ശുഭകരവും മഹാനായ യോഗിയുമായ ശ്രീമൻ നാരായണൻ ആദ്യം ബ്രഹ്മാവിനെ തന്റെ നാഭിയിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് സ്വയം പ്രത്യക്ഷപ്പെടുന്നതിനായി ബ്രഹ്മാവ് അവനോട് പറഞ്ഞു, നീ നാഭിയിൽ നിന്ന് ജനിച്ചവനും ആളുകളെ സൃഷ്ടിക്കാൻ യോഗ്യനുമാണ്. അതിനാൽ ജീവാത്മാക്കളെയും അചേതനരായ പൗരന്മാരെയും സൃഷ്ടിക്കുക. ഇത്രയും പറഞ്ഞിട്ട് വരദാതാവായ ഭഗവാനെ നമസ്കരിച്ച് ഹരിയോട് പറഞ്ഞു, ഹേ ഭഗവാൻ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള ശക്തി എവിടെയാണ്? എനിക്കൊന്നും അറിയില്ല. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് പറയൂ. ഇത് പറഞ്ഞിട്ട് ഭഗവാൻ തന്നിലെ ബുദ്ധിയെ ധ്യാനിച്ചു. അപ്പോൾ ബുദ്ധി വന്ന് ഹരിയുടെ മുമ്പിൽ നിന്നു. ദൂതനായ ഹരി അതിന് യോഗശക്തി നൽകി. അങ്ങനെ സമ്പത്തും യോഗവും നേടിയ ശേഷം അക്ഷയനായ ഭഗവാൻ അതിനോട് പറഞ്ഞു, ബ്രഹ്മത്തിൽ പ്രവേശിക്കൂ. ഇങ്ങനെ ബുദ്ധിയാൽ നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് ഹരി വീണ്ടും പറഞ്ഞു, പൗരന്മാരെ സൃഷ്ടിക്കൂ. അപ്പോൾ ബ്രഹ്മാവ് ഹരിയുടെ ആജ്ഞ തലയിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. ഹരി അവിടെ അപ്രത്യക്ഷനായി. ഒരു നിമിഷം കൊണ്ട് അവൻ രൂപത്തിൽ തന്റെ പ്രകൃതിയിൽ ലയിച്ചു, അവനിൽ ഒന്നായി. അപ്പോൾ ഭഗവാന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉദിച്ചു. പരമേശ്വരനായ ബ്രഹ്മാവ് ഈ നിവാസികളെയെല്ലാം സൃഷ്ടിച്ചു. അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഗന്ധർവന്മാരുടെയും ദൈത്യരുടെയും കൂട്ടങ്ങൾ, അവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഭൂമി ഒരു ഭാരമാണ്. ഇത് പാപം നിറഞ്ഞതാണ്. ശക്തരായ നിരവധി അസുരന്മാരും രാക്ഷസന്മാരും ദൈത്യരും ഈ ഭൂമിയിൽ ജനിക്കുകയും തപസ്സിലൂടെ വരങ്ങൾ നേടുകയും ചെയ്യുന്നു. ലഭിക്കുന്ന വരങ്ങൾ തപസ്സു ചെയ്യുന്ന ദേവന്മാർക്കും ഋഷിമാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഭൂമിയിലെ ഈ ഭാരം കുറയ്ക്കുന്നത് എനിക്ക് ഉചിതമായിരിക്കും. അപ്പോൾ ഈ ഭൂമിയിലെ ദേവന്മാർ പാപികളെ സംഹരിക്കുകയും ഋഷിമാരുടെ സംരക്ഷകരാകുകയും ചെയ്യുന്നതിനാൽ എല്ലാം സഹിക്കാൻ കഴിയും. ഞാൻ ഈ ഭൂമിയെ പാതാളത്തിൽ നിന്ന് പിടിച്ചു നിർത്തി. ഈ രീതിയിൽ ഞാൻ അതിനെ പിടിച്ചുവെച്ചതിനാൽ ഈ ഭൂമി ജീവികളെ നിലനിർത്തുന്നു. അതിനാൽ ഞാൻ അവതാരമെടുത്ത് ഈ ഭൂമിയെ സംരക്ഷിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ മധുസൂദനൻ അവതാരമെടുക്കാൻ പല രൂപങ്ങളെയും സൃഷ്ടിച്ചു. വരാഹം, നരസിംഹം, വാമനൻ തുടങ്ങിയ നിരവധി മനുഷ്യരൂപങ്ങളെ സൃഷ്ടിച്ചു. ഇവയാൽ ബന്ധിതരായ അസുരന്മാരെ ഞാൻ കൊല്ലുമെന്ന് കരുതി. അപ്പോൾ ലോകത്തിന്റെ സ്രഷ്ടാവ് വീണ്ടും ബോ എന്ന് ഗർജിച്ചു. അതുമൂലം എല്ലാ ദിശകളും അലറി. ആ സരസ്വതിയിൽ നിന്നാണ് സരസ്വതി ജനിച്ചത്. വാക്ചാതുര്യമുള്ള ആ പുത്രന് അഭ്യന്തരതൻ എന്ന് പേരിട്ടു. ഭൂതകാലത്തിന്റെയും ഭാവിയുടെയും എല്ലാ ചക്രങ്ങളെയും അവൻ അറിഞ്ഞിരുന്നു. സത്യസന്ധനും വ്രതങ്ങളിൽ ഉറച്ചവനുമായിരുന്നു. തല കുനിച്ച് വണങ്ങി ആദിമനും അമരനുമായ ഹരി പറഞ്ഞു, ഹേ മുനി, ജ്ഞാനികളിൽ ഏറ്റവും മികച്ചവനെ, നീ വേദങ്ങളെ വിഭജിക്കുന്നു. ഇതാണ് എന്റെ കൽപ്പന, അങ്ങനെ ചെയ്യുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാറ്റമില്ലാത്തവൻ വേദങ്ങളെ സ്വയം നിർമ്മിതമായ മന്വന്തരങ്ങളായി വിഭജിച്ചു. ഹരി തന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി.
കുമാര, നീയും കഠിന തപസ്സു ചെയ്തും യമസൂത്രങ്ങൾ പിന്തുടർന്നും വരാനിരിക്കുന്ന മന്വന്തരങ്ങളിൽ അചഞ്ചലനും അജയനുമായ ഒരു ധർമ്മപ്രഭാഷകനായി മാറും. കലിയുഗം വരുമ്പോൾ ഗുരുക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന രാജാക്കന്മാർ ജനിക്കും. എന്നിൽ നിന്ന് ജനിക്കുന്ന രാജാക്കന്മാർക്ക് മതത്തിൽ വ്യത്യാസമുണ്ടാകും. അവർ പരസ്പരം നാശത്തിനായി പോരാടും. അപ്പോഴും നീ വേദങ്ങളെ പല ശാഖകളായി വിഭജിക്കും. കലിയുഗം വരുമ്പോൾ നീ ഇരുണ്ട നിറമുള്ളവനായിരിക്കും. നീ വിവിധ മതങ്ങളുടെ ഗുരുവും പണ്ഡിതനും സന്യാസിയുമായിത്തീരും. എന്നാൽ ആസക്തിയിൽ നിന്ന് മുക്തനാകില്ല. നിന്റെ മകൻ വിതുൻ ഒരു ആസക്തിയായിത്തീരുകയും മഹേശ്വരന്റെ കൃപയാൽ പരമാത്മാവിന്റെ രൂപം പ്രാപിക്കുകയും ചെയ്യും. ഈ വാക്യം ഒരിക്കലും വ്യാജമാകില്ല. ബ്രഹ്മാവിന്റെ മാനസപുത്രൻ, മികച്ച ബുദ്ധിശക്തിയുള്ള ത്യാഗി, മഹാമുനി പരാശരൻ ബ്രഹ്മസാവ വസിഷ്ഠന്റെ വംശത്തിൽ ജനിക്കും. കർശനനായ മഹാമുനി, തപസ്സിന്റെ വാസസ്ഥലമായ പരാശരൻ നിന്റെ പിതാവാകും. വൈഭവനോദപട്ടി 3. ഭഗവാൻ പറഞ്ഞു, ഞാൻ വിവരിച്ച മഹത്തായ മഹത്വത്താൽ നീ കാനായിൽ ആ മുനിയുടെ ഗൃഹത്തിൽ ജനിക്കുകയും കാനായി ജനിത, കാനായിൽ ജനിക്കുകയും ചെയ്യും എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഭൂതകാലത്തിലോ ഭാവിയിലോ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് സംശയമുണ്ടാകില്ല. ത്യാഗത്തിന്റെ ശക്തിയാൽ, എന്റെ കൃപയാൽ ഭൂതകാലത്തിൽ എത്ര കൽപ്പങ്ങൾ കടന്നുപോയി എന്ന് നീ അറിയും. ഭാവിയിൽ എത്ര കൽപ്പങ്ങൾ സംഭവിക്കുമെന്ന് നീ അറിയും. നിരന്തരമായ ധ്യാനത്താൽ നീ എന്നെ നിത്യനായും ചക്രത്തിന്റെ ഭുജമായും കാണും. ഈ വാഗ്ദാനം ഒരിക്കലും വ്യാജമാകില്ല. ഹേ മഹാത്മാ, നിന്റെ സ്തുതിയും അതുല്യമായിരിക്കും. അപ്പോൾ സൂര്യപുത്രനായ ശനി മനുഷ്യപൂർവ്വ വംശത്തിന്റെ ഉത്ഭവകനാകും. അപ്പോൾ നീ എന്റെ കൃപയാൽ മനുഷ്യവംശത്തിന്റെ അഗ്രഗണ്യനാകും. ലോകത്തിൽ എന്ത് സംഭവിക്കുമോ അത് എന്റെ പ്രവൃത്തിയാണ്. ഒരു മനുഷ്യൻ തന്നെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നത് ഉചിതമല്ലേ? ഞാൻ എല്ലാം ചെയ്യുന്നത് ആഗ്രഹത്തിൽ നിന്നാണ്. അങ്ങനെ മാറ്റമില്ലാത്ത സരസ്വതി മഹർഷിയോട് സംസാരിച്ച ശേഷം ഭഗവാൻ പറഞ്ഞു, പോകൂ, നിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെ ഭഗവാന്റെ കൃപയാൽ, അവന്റെ കൽപ്പനയാൽ ഞാൻ മാറ്റമില്ലാത്തവനായി പുനർജനിച്ചു. വീണ്ടും ഞാൻ വസിഷ്ഠന്റെ മകനായ വ്യാസനായി ജനിച്ചു. ഇപ്പോൾ നാരായണന്റെ കൃപയാൽ എന്റെ മുൻ ജന്മത്തിന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ നാരായണന്റെ മൂലത്തിൽ നിന്ന് ജനിച്ചു. ഹേ ഭക്തന്മാരെ, ഞാൻ വളരെ ഏകാഗ്രതയോടെ വളരെ വേദനാജനകവും വലുതുമായ ഒരു തപസ്സു ചെയ്തു. ഈ അറിവെല്ലാം ഞാൻ നേടി. ഹേ എന്റെ ഭക്തന്മാരെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ മുഴുവൻ കഥയും നിങ്ങളോട് പറഞ്ഞത്. വൈശമ്പായനൻ പറഞ്ഞു, ഹേ മനുഷ്യപിതാവേ, നമ്മുടെ ആചാര്യനെ, കുറ്റമറ്റ വ്യാസന്റെ മുൻ ജന്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നു, കേൾക്കൂ. സാങ്ക്യം, യോഗ, പഞ്ചരഥം, വേദങ്ങൾ, പാശുപതം, ഞാൻ പറഞ്ഞ തത്വചിന്തകൾ ഇവയാണെന്ന് മനസ്സിലാക്കുക. സാങ്ക്യനെക്കുറിച്ച് സംസാരിച്ചത് കപിലനാണ്. അദ്ദേഹത്തെ ഒരു മഹാനായ ഋഷിയായി കണക്കാക്കുന്നു. യോഗയെ വിശദീകരിച്ചത് പുരാതന ഹിരണ്യഗർഭനായിരുന്നു, മറ്റാരുമല്ല. അദ്ദേഹം അഭണ്ഡാരതനല്ല. വേദങ്ങളുടെ രചയിതാവായി കണക്കാക്കപ്പെടുന്നു. ചിലർ അദ്ദേഹത്തെ പുരാതന ഗർഭം എന്ന് വിളിക്കുന്നു. ഉമയുടെ പിതാവും ഭൂതത്തിന്റെ പിതാവും ശ്രീകണ്ഠന്റെ പിതാവും ബ്രഹ്മാവിന്റെ പുത്രനുമായ ശിവൻ യാതൊരു മടിയും കൂടാതെ ഈ പാശുപതം പറഞ്ഞു. ശരിയായ പഞ്ചരാത്രം അറിയുന്നവൻ തന്നെയാണ് നാരായണൻ. കാലത്തിനും യുക്തിക്കും അനുസൃതമായി ഈ എല്ലാ അറിവുകളുടെയും അവസാനമായി ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ഹേ നിരുപശ്രേഷ്ഠ, അന്ധകാരത്തിൽ മുങ്ങിയവർ അവനെ അങ്ങനെ അറിയുന്നില്ല. വേദങ്ങൾ എഴുതിയ ഋഷിമാർ പറയുന്നത് ആ നാരായണ ഋഷി എല്ലാത്തിലും വിശ്വസ്തനാണെന്നാണ്. അദ്ദേഹത്തെപ്പോലെ ആരുമില്ല. ഇതാണ് എന്റെ വാക്ക്. സംശയമില്ലാതെ തീരുമാനിച്ചതിൽ ശ്രീഹരി സന്നിഹിതനാണ്. എന്നാൽ സംശയാസ്പദവും യുക്തിയാൽ മാത്രം പിന്തുണയ്ക്കപ്പെടുന്നതുമായതിൽ മാധവൻ വസിക്കുന്നില്ല. ഹേ നിരുപന, പഞ്ചരാത്രം അറിയുന്നവർ, ക്രമത്തിന്റെ അർത്ഥം അറിയുന്നവർ, ഏകാന്തതയുടെ ഇന്ദ്രിയമുള്ളവർ ശ്രീഹരിയിൽ പ്രവേശിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. രാജ, സാങ്ക്യ, യോഗ, എല്ലാ വേദങ്ങൾ എന്നിവയുടെയും ശാശ്വത തത്വചിന്ത, ഇവയെല്ലാം എല്ലാ ഋഷിമാരും ഈ പുരാതന ലോകത്തെ അറിയുന്നവരും ഇതിനെ നാരായണൻ എന്ന് വിളിക്കുന്നു. ആകാശത്ത്, ഭൂമിയിൽ, ആകാശത്ത്, ഈ ലോകങ്ങളിലെല്ലാം എന്ത് ശുഭകരമായ പ്രവൃത്തികൾ സംഭവിച്ചാലും ആ ശുഭകരമായ പ്രവൃത്തികളെല്ലാം ആ മഹർഷി നാരായണനിലൂടെ മാത്രമേ സംഭവിക്കൂ എന്ന് മനസ്സിലാക്കണം. മഹാഭാരതം 9 തുടരുന്നു.